ഏതങ്കാടൻ്റെ കൂട്ടുകാരെ കണ്ടോ, നമുക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ 2-3 മണിക്കൂർ മഴ അങ്ങോട്ട് പെയ്തു. നമ്മുടെ ചെടികളെല്ലാം ഇങ്ങനെ പൂക്കളെല്ലാം തലയും കുത്തി കിടക്കുന്നുണ്ട്. കണ്ടോ കണ്ടോ കുറേ നാളായില്ലേ നിങ്ങളെയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ട്. ഏതങ്കാട് കാണാൻ കൊതിയായില്ലേ കുറേ ആൾക്കാർക്കെല്ലാം. ഒരു മഴ പെയ്തെന്നോർത്തുകൊണ്ടൊക്കെ നമ്മളുടെ പൂക്കളെല്ലാം നല്ല ഉഷാറാവും കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് എല്ലാവരും ചോദിക്കലുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. കണ്ടില്ലേ, ആകാശത്തിൻ്റെ കീഴെ നമ്മുടെ ഏതങ്കാടനാണ്. അത്രയ്ക്ക് വെയിലിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം ഒരു നേരമാണ് ഞങ്ങൾ വെള്ളം ഒഴിക്കാറുള്ളൂ. ഒറ്റ നേരം ഒഴിച്ചാൽ മതി. പക്ഷേ ചിലവർ പറയലുണ്ട് വെള്ളം അധികം പാടില്ല, ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചാൽ മതി എന്നൊക്കെ ആൾക്കാർ പറയുന്നത് വെറുതെയാണ്. അത് നമ്മൾ എന്തായാലും നമ്മളൊരു നേരം വെള്ളം ഒഴിച്ചിരിക്കണം. വാടിക്കരിഞ്ഞു പോയാൽ അത് പിന്നെ നമുക്ക് എന്ത് സാധനമാണെങ്കിലും അത് ആ ക്ഷീണം മാറണമെങ്കിൽ ഇച്ചിരി കാലം പിടിക്കും. അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല എന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. അതാണ് ബോഗൺവില്ലയുടെ ഒരു ഗുണം. പക്ഷേ നമ്മൾ ഒരു നേരം ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് നല്ല പോലെ നമ്മൾ പിന്നെ നല്ല വെയിലത്ത് ഷെയ്ഡ് പരമാവധി ഒഴിവാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിങ്ങനെ ഇപ്പം നമ്മൾ ഫ്ലവർ ഇങ്ങനെ നിൽക്കുമ്പോൾ കട്ട് ചെയ്യണമെന്നില്ല. ഫ്ലവർ കൊഴിഞ്ഞു പോയാൽ നമ്മൾ ആ കമ്പ് ഇച്ചിരി മേലെ കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അങ്ങനെ കട്ട് ചെയ്ത് നിർത്തുക. അപ്പോൾ പിന്നെ ആ തളുപ്പ് വരുന്നത് നല്ല വെയിലത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ പൂക്കൾ വഹിക്കുള്ളൂ കേട്ടോ. ഇപ്പം ഇന്നലെ രാത്രി മഴ പെയ്തതിൻ്റെയാണ് ഒരു ക്ഷീണം. ഇത് കണ്ടോ, ക്ഷീണമൊന്നുമില്ല. ഇപ്പം വെയിൽ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ തന്നെ അവൻ ഉഷാറായിക്കൊള്ളു. അവൾ എന്ത് രസത്തിലാണെന്നറിയോ, സൂര്യനെ കണ്ടപാടെ പൂക്കളെല്ലാം തല ഉയർത്തി. അപ്പം പിന്നെ ഞാൻ ഇതിന് വളം ചേർക്കുന്നത് എങ്ങനെയാണെന്നാണ് ആൾക്കാർ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. വളം നമ്മൾ 15 ദിവസം കൂടി നമ്മൾ ഒരു വളമിടാറുണ്ട്. അത് ഞങ്ങളിടുന്നത് വളം എന്ന് പറഞ്ഞാൽ DAP ഇടും. ഫാക്ടംഫോസ് 20-20 ആണ് ഞങ്ങൾ മെയിനായിട്ട് പൂക്കളായതിന് ശേഷം ഇടുന്നത്. പൂക്കളാകുന്നത് വരെ നമുക്ക് ഏത് വളമിടാം. പക്ഷെ പൂക്കളാകാനായിട്ട് നല്ലത് DAP അല്ലെങ്കിൽ ഫാക്ടംഫോസ് 20-20 നമ്മൾ അധികം ഇത് കൂട്ടിന് യൂസ് ചെയ്യാറുള്ളത്. അത് ഞാനൊരു 15 ദിവസം കൂടി നമ്മൾ ഒരു ശകലം ഒരു ലേശം എന്ന് പറയും, എന്താണ് പറയുക, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതൊരു 15 ദിവസം ആകുമ്പോൾ നമ്മൾ ഒരു DAP ഇടുന്നെങ്കിൽ അടുത്ത 15 ദിവസം ആകുമ്പോൾ നമ്മളത് പിന്നെ അത് ഫാക്ടംഫോസ് 20-20. അത് ചുവട് ഇളക്കിയിട്ടിടണം നിർബന്ധമൊന്നുമില്ല. ആദ്യം നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. ആദ്യം അതിന് വൈകുന്നേരം ഇടുന്നതാണ് നല്ലത്. നമ്മളത് വൈകുന്നേരം കുറേശ്ശെ നനച്ചു കൊടുത്തതിന് ശേഷം രാവിലെ അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ രാവിലെയല്ല അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ കുറേശ്ശെ വളം. ഞാനിപ്പോൾ ആദ്യം ഫാക്ടംഫോസ് ഇട്ട് കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇത്ര ഇടാവുള്ളൂ. ഇത് 6 ഇഞ്ച് പോട്ടിലുള്ള ഒരു നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുന്ന കൂട്ട ഒരു ചെടിയാണേ. വെള്ളപ്പൂക്കളുള്ള നാടൻ പൂവാണേ. ആ ചെടിയുടെ ചുവട്ടിൽ ഞാൻ കണ്ടില്ലേ ഇത്രയും വളം ഇടുകയുള്ളൂ. കണ്ടോ, അതിങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. കണ്ടോ, അത്രയും തന്നെ വേണമെന്നില്ല, അത്ര ഇടാവുള്ളൂ. ഒരിക്കലും നമ്മൾ കൂടിപ്പോകരുത് കേട്ടോ. വളമിടുന്നത് കുറഞ്ഞു പോയാലും ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. ഇതിപ്പോൾ ഇട്ടത് ഫാക്ടംഫോസ് 20-20, അതിൻ്റെ ഒരു 10-15 മണികൾ അത്ര ഇട്ടാൽ മതി. അത് നമ്മളൊരു 6 ഇഞ്ച് പോട്ടിൽ. ഇച്ചിരി പോട്ട് വലുതാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി അധികം ഇടാം കേട്ടോ. ഞാൻ 7 ഇഞ്ച് പോട്ടിൻ്റെ ഒരു ചെടി ഞാൻ കാണിച്ചു തരാം. ഇത് 7 ഇഞ്ചിൻ്റെ പോട്ട് സൺറൈസിൻ്റെ ഒരു ഇതാണേ. അതധികം ശാഖകളില്ലാത്ത ചെടിയുണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ചുവട്ടിൽ കണ്ടോണം ഇങ്ങനെ നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവും. പേരിന് ഒരു 5-6 അത് മതി.
കളയാണ് മുമ്പിൽ വരുന്നത്. കണ്ടോ, നിങ്ങളിട്ട് കണ്ടില്ലേ? അത്രേ ഇടാവുള്ളൂ. കണ്ടോ, കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി വാടിപ്പോവും. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഒന്ന് നനച്ചിട്ട് നമ്മൾ ഈ വളവിടുന്നു. എന്നിട്ട് വളവിട്ടിട്ട് പിന്നെ നനയ്ക്കണമെന്നില്ല. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും നനയ്ക്കണം. എന്നിട്ട് അന്ന് വൈകുന്നേരം പിന്നെയും നനയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ ചെടി വാടിപ്പം. ചിലവരെല്ലാം ഇങ്ങനെ ചെടി കരിച്ച് കളയുന്നുണ്ട്. എനിക്കത് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. വളം വാരിയിട്ടിട്ട് നമ്മൾ വളം കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ 15 ദിവസം കൂടി ഇടുന്നതല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂടാൻ പാടില്ല കേട്ടോ. അത്രേ. പിന്നെ വലിയ മുഴുത്ത ചെടികളാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 14 ഇഞ്ച് പോട്ടിലാണെങ്കിൽ കുറച്ചും കൂടെ വാരിയിടാം. അവനത്ര സങ്കടം വരില്ല. ചെടി കരിഞ്ഞു പോവില്ല. കവറിലുള്ള ഇത് കണ്ടില്ലേ, നമ്മുടെ ബ്രസ്സാർ റെഡെല്ലാം ഇപ്പോൾ പൂത്ത് വരുന്നുണ്ടേ. ബ്രസ്സാർ റെഡ് പൂത്തു. അതിനൊക്കെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ 5-6 DAP ഇടാവുള്ളൂ. ഞാനൊരിക്കലും അധികം ഇടുകയില്ല. വളം അധികം ഇട്ടിട്ട് എൻ്റെ ചെടി ഇതുവരെ പോയിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കിങ്ങനെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. ഇത് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിടുന്ന ചെടി നമ്മൾ നട്ട് കുറച്ച് പിന്നെ വലുതായതിന് ശേഷം നമ്മൾ ഫ്ലവർ ആകാറായി എന്നൊരു ഇത് വരില്ലേ, ആ സമയത്ത് നമ്മൾ ഇട്ടാൽ മതി. ഇത് അടുത്തൊരു ചെടിയാണ്. ഇതാണ് മൂൺലൈറ്റ് യെല്ലോ എന്ന് പറയുന്ന ചെടി. ഞാൻ അതിനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇപ്പം ഞാൻ വളമിടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഓക്കെ, താങ്ക് യു.